മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാരതാംബ അവഹേളനത്തിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ ഗവർണർ നേരിട്ടോ രേഖാമൂലമോ അതൃപ്തി അറിയിക്കും. എങ്ങനെ വേണമെന്നതിൽ രാജ്ഭവനിൽ ആലോചനകൾ തുടരുകയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ യാത്രയായ ശേഷമാണ് എല്ലാവരും പോവുക. ഗവർണർക്ക് മുമ്പ് എല്ലാവരും സംസാരിക്കും. ആദ്യം ദേശീയഗാനമുണ്ടാകും, പരിപാടി അവസാനിക്കുമ്പോഴും ദേശീയഗാനമുണ്ടാകും. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോകോൾ വളരെ വ്യത്യസ്തമാണ്. ഇതറിയാത്ത ആളല്ല ഗവർണർക്ക് മുമ്പിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ. മന്ത്രി വി ശിവൻകുട്ടി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു, പ്രോട്ടോകോൾ ലംഘിച്ചിരിക്കുന്നു. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ വൈകി എത്തുന്നു, അദ്ദേഹത്തോട് പറയാതെ അവിടെ നിന്ന് ബഹിഷ്കരിച്ചു പോകുന്നു. പിന്നീട് ഗവർണർക്കെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു. നിരവധി പ്രോട്ടോകോൾ ലംഘനങ്ങൾ. എന്തായാലും രാജ്ഭവൻ ഇക്കാര്യത്തിൽ എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ്. പ്രജിത് മോഹനൻ കൂടുതൽ വിവരങ്ങൾ. ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ രാജ്ഭവൻ ഒരു മന്ത്രിയുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ ഒരു ശക്തമായ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുക എന്നൊരു നിലപാടിലേക്കാണ് ഗവർണർ പോയിരിക്കുന്നത്. അന്ന് ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനമാണ്. അതിന് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ നേതൃത്വം നൽകിയത് രാജ്ഭവനെ വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് പിന്നിൽ ഒരു മര്യാദകേടുണ്ടായി എന്നുള്ളതാണ് രാജ്ഭവനിലെ പല വൃത്തങ്ങളും നമ്മോട് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു രാജ്ഭവനിലും അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഏതൊരു മനുഷ്യനും പാലിക്കേണ്ട ചില കടമകളുണ്ട്, അല്ലെങ്കിൽ ചില മര്യാദകളുണ്ട്. ആ മര്യാദകളൊന്നും പാലിക്കാതെ രാഷ്ട്രീയ പ്രസംഗവും നടത്തി വേദി വിട്ട ശിവൻകുട്ടിയുടെ നിലപാടിൽ വലിയ അതൃപ്തി രാജ്ഭവനുണ്ട്, ഗവർണർക്കുണ്ട്. ഇതിനപ്പുറമാണ് പിന്നീട് തുടർ വാർത്താ പ്രസ് മീറ്റുകൾ വിളിച്ച് മാധ്യമങ്ങളിലൂടെ രാജ്ഭവനെയും ഭാരതാംബയെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു നിലയിലേക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കൂടുതൽ ഒരു പ്രതിഷേധം അറിയിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഗവർണറെയും രാജ്ഭവനെയും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു കത്ത് നൽകുന്നു അല്ലെങ്കിൽ സർക്കാരിനെ രേഖാപരമായ ഒരു പ്രതിഷേധം അറിയിക്കുന്നതിലേക്കോ പോകുന്നില്ല എന്നുള്ളതായിരുന്നു രാജ്ഭവന്റെ തീരുമാനം. ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള പ്രതിഷേധക്കുറിപ്പ് മാത്രം മതി എന്നതുള്ളായിരുന്നു തീരുമാനം. എന്നാൽ മന്ത്രി തുടർച്ചയായി ഈ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചതോടെ രാജ്ഭവനും നിലപാട് മാറ്റുകയാണ്. ഈ പ്രോട്ടോകോൾ ലംഘനമുണ്ടായത് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി, മന്ത്രിയുടെ മര്യാദയില്ലാത്ത പെരുമാറ്റം ചൂണ്ടിക്കാട്ടി, പെരുമാറ്റച്ചട്ടത്തിലെ ലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കൊരു അതൃപ്തി അറിയിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാജ്ഭവൻ ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ വേണമെന്നുള്ളതാണ് ഇനി ഇപ്പോൾ ചർച്ചകളിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണർ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് ഇതിലെ അതൃപ്തി അറിയിക്കണമോ, അതോ രാജ്ഭവനിൽ നിന്ന് രേഖാമൂലം ഒരു അതൃപ്തിയുള്ള വിഷയം രേഖാമൂലം മുഖ്യമന്ത്രി അറിയിക്കണമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആലോചന തുടരുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അതൃപ്തി അറിയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക്, ഈ പ്രോട്ടോകോൾ ലംഘനമടക്കം ചൂണ്ടിക്കാട്ടുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ രാജ്ഭവൻ പോയിരിക്കുകയാണ്. അതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പലവിധമായിട്ടുള്ള പരാമർശങ്ങളാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ രാജ്ഭവൻ ഈ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയത് ആസൂത്രിതമായിട്ടുള്ളൊരു ഏർപ്പാടായിരുന്നു. എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമൊക്കെ വന്ന് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത് മന്ത്രിയുടെ ഉദ്ദേശമായിരുന്നു എന്ന തരത്തിലാണ് രാജ്ഭവൻ പ്രതികരിച്ചത് പോലും. അപ്പോൾ അത്തരത്തിൽ ആസൂത്രിതമായൊരു പ്രശ്നമുണ്ടാക്കിയിട്ട് തുടർ ദിവസങ്ങളിലും രാജ്ഭവനെയും ഗവർണറെയും ഭാരതാംബയെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് കൂടുതൽ ശക്തമായൊരു നിലപാടിലേക്ക് നീങ്ങാൻ ഇപ്പോൾ രാജ്ഭവനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം ഭാരതാംബയെ സംബന്ധിച്ച് അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് രാജ്ഭവനും ഗവർണറും ഒക്കെ എടുക്കുന്നത്. ഭാരതാംബ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏകതയുടെ പ്രതീകമായി കണക്കാക്കുന്ന, ജനകോടികൾ ആദരിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന രീതിയിൽ ആദരിക്കപ്പെട്ടിരുന്ന അത്തരമൊരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു മൂർത്തിയെ അല്ലെങ്കിൽ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിഹ്നത്തെ അതിനെ അവഹേളിക്കുന്നത് രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഗവർണറും രാജ്ഭവനും ഒക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഇത്തരം സമീപനങ്ങൾ ശിവൻകുട്ടിയുടെയും മറ്റ് CPM നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിനെ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നിലപാടിലൂടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകാൻ ഗവർണറെയും രാജ്ഭവനെയും ഒക്കെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിനോദ. ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ
നമ്മൾ തന്നെയാണ് ആദ്യം ഗവർണർ ഈ നിലപാടിൽ ഉറച്ചത്. അതായത് രാജ്ഭവനിൽ എല്ലാ പരിപാടികൾക്കും ഭാരതാംബയും നിലവിളക്കും ഉണ്ടാകും എന്നുള്ളൊരു നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുമെന്നുള്ള വാർത്ത പുറത്തുവിട്ടത്. അത് തെളിയിക്കുന്നതാണ് ഇന്നത്തെ യോഗാ ദിനവും. ഇന്ന് രാജ്ഭവനിൽ നടന്ന യോഗാ ദിനത്തിലും ഗവർണർ നിലവിളക്ക് കൊളുത്തി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ആ പരിപാടിക്കും തുടക്കം കുറിച്ചത്. അതായത് രാജ്ഭവനിൽ ഇനി ഭാരതാംബയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടികളും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള പരിപാടികളിൽ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകണം. അതിൽ മാത്രമാണ് ഇനി ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. ബാക്കി എല്ലാ പരിപാടികളിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളാണെങ്കിലും ശരി, മറ്റു പരിപാടികളാണെങ്കിലും ശരി, ഭാരതാംബയുടെ ചിത്രവും ഒപ്പം ഈ പറയുന്ന രീതിയിൽ പുഷ്പാർച്ചനയും നിലവിളക്ക് തെളിയിക്കലും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് തെളിവായി ഇന്നത്തെ യോഗാ ദിനത്തിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി എപ്പോൾ എങ്ങനെ പ്രതിഷേധം അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാരതാംബ അവഹേളനത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാനുള്ള ആലോചനയിലാണ് രാജ്ഭവൻ. അതെങ്ങനെ വേണം എന്നുള്ള ആലോചനകൾ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.